Hello, in this section we are discussing about mountains and its types. Mountain. A mountain is an elevated portion of the Earth's crest, generally with steep sides that show significant exposed bedrock. മൗണ്ടൻ എന്ന് പറയുന്നത് എർത്ത് ക്രസ്റ്റിലുള്ള ഒരു എലിവേറ്റഡ് പോർഷൻ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിന് സ്റ്റീപ്പായിട്ടുള്ള സൈഡും ഒപ്പം തന്നെ എക്സ്പോസ് ചെയ്ത ബെഡ്റോക്കും ഉള്ള ഒരു ഫീച്ചറാണ് മൗണ്ടെയിൻ എന്ന് പറയുന്നത്. ദ മൗണ്ടൻസ് മേ ഹാവ് എ സ്മോൾ സബ്മിറ്റ് ആൻഡ് എ ബ്രോഡ് ബേസ്. ഈ ചില മൗണ്ടൻസിന് ഒരു സ്മോൾ സബ്മിറ്റും ഒപ്പം തന്നെ വളരെ വീതിയേറിയ ബേസും ഉണ്ടായിരിക്കും. മൗണ്ടൻസ് ജനറലി ആർ ലാർജർ ദാൻ ഹിൽസ്. മൗണ്ടൻസ് ഹിൽസിനെക്കാട്ടും വലിയ ഫീച്ചേഴ്സ് ആണ്. യൂഷ്വലി പറയുന്നത് 700 മീറ്ററിന് മുകളിലോ ഹൈറ്റ് ഉള്ള ഹിൽസിനെയാണ് മൗണ്ടൻസ് എന്ന് വിളിക്കുന്നത് എന്നാണ്. They are found in elongated ranges or chains. മൗണ്ടൻസ് കണ്ടുവരുന്നത് ഇലോങ്ങേറ്റഡ് ചെയിൻസ് ആയിട്ടോ അല്ലെങ്കിൽ റേഞ്ചസിന്റെ രൂപത്തിലോ ആണ്. മൗണ്ട് എവറസ്റ്റ് ഇൻ ഹിമാലയ ഇസ് ദ ഹയസ്റ്റ് മൗണ്ടൻ പീക്ക് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻ പീക്ക് എന്ന് പറയുന്നത് മൗണ്ട് എവറസ്റ്റ് ആണ്. നിയർലി 27% ഓഫ് ദ വേൾഡ്സ് ലാൻഡ് സർഫേസ് ഇസ് കവേർഡ് ബൈ മൗണ്ടൻ. വേൾഡിലെ ലാൻഡ് ഏരിയയുടെ 27% കവർ ചെയ്യുന്നത് മൗണ്ടൻസ് ആണ്. ഇറ്റ് ഈസ് ഫ്രം ദ മൗണ്ടൻസ് ദാറ്റ് അപ് ടു 80% ഓഫ് പ്ലാനറ്റ്സ് ഫ്രഷ് സർഫേസ് വാട്ടർ കം ഫ്രം. ഭൂമിയിലുള്ള 80% ഫ്രഷ് വാട്ടറും വരുന്നത് മൗണ്ടൻ സോഴ്സിൽ നിന്നാണ്. According to the United Nations Food and Agriculture Organization, about 12% of the world population live in mountains, but over 50% are directly or indirectly dependent on mountain resources. യുണൈറ്റഡ് നേഷൻ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ അഭിപ്രായത്തിൽ ലോകത്തുള്ള 12% ജനസംഖ്യ ജീവിക്കുന്നത് മൗണ്ടനീസ് ആയിട്ടുള്ള ഏരിയാസിലാണ്. പക്ഷേ ലോകത്തുള്ള 50% ആളുകളും മൗണ്ടൻ റിസോഴ്സിനെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Forms of mountains. The major forms include ridge, range, chain, system, group and cordillera. Mountain ridge. It is a linear steep-sided high hill or spur. ഒരു ലീനിയർ ആയിട്ടുള്ള ഹൈ ഹിൽ അല്ലെങ്കിൽ സ്പെർ ആണ് മൗണ്ടൻ റിഡ്ജ് എന്ന് പറയുന്നത്. ഈ ഒരു ഹില്ലിന്റെ പ്രത്യേകത വളരെ സ്റ്റീപ്പ് സൈഡഡ് ആയിട്ടുള്ള ഹില്ലായിരിക്കും. ഇനി സ്പെർ എന്ന് പറയുന്നത് ഒരു ലാറ്ററൽ എഡ്ജ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹില്ലിൽ നിന്ന് പോകുന്ന ടങ് ലൈക്ക് പോർഷൻ ഓഫ് ലാൻഡിനെയാണ് സ്പെർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫീച്ചറിന്റെ ലീനിയർ ആയിട്ടുള്ള അറേഞ്ച്മെന്റിനെയാണ് മൗണ്ടൻ റിഡ്ജ് എന്ന് വിളിക്കുന്നത്. The slope of one side of the ridge is steep while the other side is moderate slope. ഇനി മൗണ്ടൻ റിഡ്ജസിന്റെ പ്രത്യേകത അതിന്റെ ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി സ്റ്റീപ്പ് ആയിട്ടുള്ള സ്ലോപ്പ് ആയിരിക്കും. മറ്റേ സ്ലോപ്പ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി മോഡറേറ്റ് സ്ലോപ്പ് ആയിരിക്കും. റിഡ്ജ് മേ ഹാവ് സിമെട്രിക്കൽ സ്ലോപ്സ് ഓൺ ബോത്ത് സൈഡ്. പിന്നെ ചില റെയർ ഒക്കേഷൻസിൽ ഇനി രണ്ട് വശത്തും സിമെട്രിക്കൽ സ്ലോപ്സ് ഉള്ള റിഡ്ജസും കണ്ടുവരാറുണ്ട്. ഇനി മൗണ്ടൻ റിഡ്ജിന് ഒരു ഉദാഹരണമാണ് ബ്ലൂ മൗണ്ടൻ USA. Mountain range, a series of adjoining mountains or of lines of mountains of similar origin. കുറേ മൗണ്ടൻസിന്റെ ഒരു സീരീസ്, പ്രത്യേകിച്ച് അഡ്ജോയിനിങ് ആയിട്ടുള്ള മൗണ്ടൻസിന്റെ ഒരു സീരീസ് അല്ലെങ്കിൽ ഒരേ ഒറിജിനിൽ നിന്ന് വരുന്ന മൗണ്ടൻസ് ഒരു ലീനിയർ അറേഞ്ച്മെന്റ് നടത്തിയിരിക്കുന്നതിനെയാണ് മൗണ്ടൻ റേഞ്ച് എന്ന് വിളിക്കുന്നത്. ഈ മറ്റൊരു ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ് ഈസ് എ ലീനിയർ സിസ്റ്റം ഓഫ് മൗണ്ടൻസ് ആൻഡ് ഹിൽസ് ഹാവിംഗ് സെവറൽ റിഡ്ജസ്, പീക്ക്, സബ്മിറ്റ്സ് ആൻഡ് വാലീസ്. മൗണ്ടൻ റേഞ്ച് എന്ന് പറയുന്നത് ഒരുപാട് ഹിൽസിന്റെയും മൗണ്ടൻസിന്റെയും ഒരു ലീനിയർ സിസ്റ്റം ആണ്. അതിനകത്ത് തന്നെ റിഡ്ജസ് കാണും, പീക്സ് കാണും, സബ്മിറ്റ്സ് കാണും, വാലീസ് കാണും. ഉദാഹരണം പറയുന്നത് ഹിമാലയൻ റേഞ്ച്. ഇപ്പൊ ഹിമാലയൻ റേഞ്ചിൽ ശിവാലിക് ഉണ്ട്, ഹിമാദ്രി ഉണ്ട്, ഹിമാചലുണ്ട്. അങ്ങനെ പല പല റേഞ്ചസിനെ അല്ലെങ്കിൽ പല പല പീക്സും ഒക്കെ ചേരുന്ന ഒരു റേഞ്ച് ആണ് ഹിമാലയൻ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി മൗണ്ടൻസും ഹിൽസും ഒക്കെ ചേർന്ന് വരുന്ന ഒരു ലീനിയർ അറേഞ്ച്മെന്റ് ആണ് മൗണ്ടൻ റേഞ്ച്. മൗണ്ടൻ ചെയിൻ. A mountain chain consists of several parallel long and narrow mountains of different periods. വ്യത്യസ്തങ്ങളായിട്ടുള്ള പീരീഡിൽ ഒറിജിനേറ്റ് ചെയ്ത മൗണ്ടൻസ് പാരലൽ ആയിട്ട്
റൺ ചെയ്യുന്നതിനെയാണ് മൗണ്ടൻ ചെയിൻ എന്ന് വിളിക്കുന്നത്. ഉദാഹരണം പറയുന്നെങ്കിൽ സെൻട്രൽ ആൽപ്സും നോർത്തേൺ ലൈംസ്റ്റോൺ ആൽപ്സും. ഈ ഒരു ഇമേജിൽ കാണാൻ സാധിക്കും, ബാക്കിൽ കൂടെ ഒരു മൗണ്ടൻ റേഞ്ച് പോകുന്നുണ്ട്, തൊട്ട് ഫ്രണ്ടിൽ കൂടെ മറ്റൊരെണ്ണം പോകുന്നുണ്ട്. ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ട് ഉള്ള പീരീഡ്സിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന മൗണ്ടൻ റേഞ്ചസിന്റെ ഒരു കൂട്ടത്തിനെയാണ് മൗണ്ടൻ ചെയിൻ എന്ന് പറയുന്നത്. Mountain system, a group of mountain ranges exhibiting certain unifying features such as similarity in form, structure, alignment, and presumably originating from the same general causes. For example, a series of ranges belonging to an orogenic belt. മൗണ്ടൻ സിസ്റ്റം എന്ന് പറയുന്നത് ചെയിനിൽ നിന്ന് വ്യത്യാസമാണ്. ചെയിൻ എന്ന് പറഞ്ഞ തൊട്ടുമ്പ് പറഞ്ഞല്ലോ, വ്യത്യസ്തങ്ങളായ രണ്ട് മൗണ്ടൻ റേഞ്ചസ് രണ്ട് പീരീഡിൽ ഒറിജിനേറ്റ് ചെയ്യുന്നതിനാണ് മൗണ്ടൻ ചെയിൻ എന്ന് പറയുന്നത്. അതേസമയം ഒരേ പീരീഡിൽ അല്ലെങ്കിൽ ഒരേ ഓറോജനിക് ബെൽറ്റിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് മൗണ്ടൻ റേഞ്ചസിനെയാണ് മൗണ്ടൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഈ ഒരു മൗണ്ടൻ റേഞ്ചസിനൊരു പ്രത്യേകത കാണും. ഒന്നേ അത് ഫോമിൽ ഒരുപോലെ ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രക്ചറിൽ ഒരുപോലെ ആയിരിക്കും, അല്ലെങ്കിൽ അലൈൻമെന്റിൽ ഒരുപോലെ ആയിരിക്കും, ചിലപ്പോൾ എല്ലാ ഘടകങ്ങളിലും ഒരുപോലെ ആയിരിക്കാം. അപ്പോൾ കുറെ ഒറിജിൻ എന്ന് പറയുന്നത് ഏതാണ്ട് സിമിലർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരേ ഒറിജിനിൽ നിന്നായിരിക്കും ഉണ്ടായി വരുന്നത്. ഇനി അതിനെ യൂണിഫൈ ചെയ്യുന്ന കുറെ ഫീച്ചേഴ്സും കാണും. ഇനി വേറൊരു ഡെഫിനിഷൻ നോക്കാം. മൗണ്ടൻ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് ഡിഫറെന്റ് മൗണ്ടൻ റേഞ്ചസ് ഓഫ് ദ സെയിം പീരീഡ്. ഒരേ പീരീഡിൽ തന്നെ ഒറിജിനേറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് മൗണ്ടൻ റേഞ്ചസിന്റെ ഒരു കൂട്ടത്തിനെയാണ് മൗണ്ടൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ആൽപൈൻ ഹിമാലയൻ സിസ്റ്റം. ആൽപ്സ് ആയാലും ഹിമാലയ ആയാലും ഒറിജിനേറ്റ് ചെയ്യുന്നത് ഒരേ ഓറോജനിക് പീരീഡിൽ നിന്നാണ്. അപ്പോൾ അതിനെ ഒരു മൗണ്ടൻ സിസ്റ്റം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. മൗണ്ടൻ ഗ്രൂപ്പ്. A mountain group consists of several unsystematic patterns of different mountain system. മൗണ്ടൻ സിസ്റ്റം തൊട്ട് മുമ്പ് പറഞ്ഞു, ഒരേ പീരീഡിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് മൗണ്ടൻ റേഞ്ചസ് ആണ് മൗണ്ടൻ സിസ്റ്റം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള മൗണ്ടൻ സിസ്റ്റത്തിന്റെ അൺസിസ്റ്റമാറ്റിക് പാറ്റേൺസ് ചേരുന്ന ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് മൗണ്ടൻ ഗ്രൂപ്പ്. ആൽപ്സ് ഉണ്ട്, ഹിമാലയസ് ഉണ്ട്, റോക്കീസ് ഉണ്ട്, ആൻഡീസ് ഉണ്ട്, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മൗണ്ടൻ റേഞ്ചസിന്റെ ഒരു കൂട്ടത്തിനെ വിളിക്കുന്നതാണ് മൗണ്ടൻ ഗ്രൂപ്പ്. Cordillera. Cordillera is derived from the Old Spanish word cordilla, meaning cord or little drop. Cordillera എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് സ്പാനിഷ് വേർഡായ കോർഡില എന്നാണ്. അതിനർത്ഥം എന്ന് പറയുന്നത് കോഡ് അല്ലെങ്കിൽ ലിറ്റിൽ ഡ്രോപ്പ് എന്നാണ്. It is a system of mountain ranges that often consist of a number or more or less parallel chains. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നോ അതിൽ കൂടുതലോ മൗണ്ടൻ ചെയിൻസിന്റെ ഒരു സിസ്റ്റത്തിനെയാണ് കോർഡിലറ എന്ന് വിളിക്കുന്നത്. A cordillera consists of several mountain groups and systems. ഇനി കോർഡിലറയിൽ ചെയിൻ മാത്രമല്ല, ഒത്തിരി മൗണ്ടൻ ഗ്രൂപ്പ്സും സിസ്റ്റംസും കൂടെ ചേരുന്നതാണ് കോർഡിലറ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാം. In North America, the Rocky Mountains, the Sierra Nevada, the mountain between them are collectively known as Cordillera, and the entire area has been termed as Cordilleran region. നോർത്ത് അമേരിക്കയിലുള്ള റോക്കി മൗണ്ടൻസും സൈറ നിവയുടെയും അതിനിടയിൽ കാണപ്പെടുന്ന മൗണ്ടൻസിനെയും എല്ലാം കളക്റ്റീവായിട്ട് പറയുന്നത് കോർഡിലറ എന്നാണ്. ഒരു എൻറ്റയർ ഏരിയ വിളിക്കുന്നത് കോർഡിലറിയൻ റീജിയൻ എന്നാണ്. റൈറ്റ് സൈഡിലെ ഇമേജ് നോക്കാം. അതിൽ നമുക്ക് റോക്കി മൗണ്ടൻസ് ഇവിടെ കാണാൻ സാധിക്കും, സൈറ നിവയുടെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനിടയിൽ കാണപ്പെടുന്ന മൗണ്ടൻസും റോക്കീസും സൈറ നിവയുടെ റേഞ്ചും എല്ലാം കൂടെ കളക്റ്റീവായിട്ട് വിളിക്കുന്നതാണ് കോർഡിലറ. നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും, നോർത്ത് അമേരിക്കയുടെ ഒരു എൻഡ് തൊട്ട് മറ്റു എൻഡ് വരെ, അതായത് കോണ്ടിനെന്റ് കവർ ചെയ്യുന്ന രീതിയിൽ അത് റൺ ചെയ്യുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് മൗണ്ടൻസ്. മൗണ്ടൻസിനെ പല രീതിയിലും ക്ലാസിഫൈ ചെയ്യാം. മേജർ ആയിട്ടുള്ള 4 ക്ലാസിഫിക്കേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ഹൈറ്റ്, ഓൺ ദ ബേസിസ് ഓഫ് ഒറിജിൻ, ഓൺ ദ ബേസിസ് ഓഫ് പീരിയഡ് ഓഫ് ഒറിജിൻ ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ലൊക്കേഷൻ. ഫസ്റ്റ്, ഓൺ ദ ബേസിസ് ഓഫ് ഹൈറ്റ്. 700 മീറ്ററിന് മുകളിൽ ഹൈറ്റുള്ള ഹില്ലിനാണ് മൗണ്ടൻ എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. വീണ്ടും മൗണ്ടൻസിനെ അതിന്റെ ഹൈറ്റിന്റെ അടിസ്ഥാനത്തിൽ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ലോ മൗണ്ടൻസ്, rough mountains, rugged mountains and high mountains. Low mountains, the height ranges between 700 to 1000 meter. 700 മീറ്ററിനും 1000 മീറ്ററിനും ഇടയിലാണ് ഒരു മൗണ്ടന്റെ ഹൈറ്റ് എങ്കിൽ അതിനെ വിളിക്കുന്നത് ലോ മൗണ്ടൻ എന്നാണ്.
Rough mountain. The height ranges from 1000 to 1500 meter. ഒരു മൗണ്ടന്റെ ഹൈറ്റ് 1000 മുതൽ 1500 മീറ്ററിന് ഇടയിലാണ് റേഞ്ച് ചെയ്യുന്നതെങ്കിൽ അത് റഫ് മൗണ്ടൻസ്. Rugged mountains. Height ranges from 1500 to 2000 meter. മൗണ്ടന്റെ ഹൈറ്റ് 1500 മീറ്ററിനും 2000 മീറ്ററിനും ഇടയിലാണെങ്കിൽ rugged mountains. High mountains. Height above 2000 meter. 2000 മീറ്ററിന് മുകളിലാണ് ഒരു മൗണ്ടന്റെ ഹൈറ്റ് എങ്കിൽ അത് high mountains. On the basis of origin, mountains are classified into fold mountain, block mountain, mountains of accumulation or volcanic mountains, residual or relic mountains, dome mountain. Fold mountains. Fold mountains are created through a process called orogeny. Orogeny അല്ലെങ്കിൽ mountain building process വഴി create ചെയ്യുന്ന mountains ആണ് fold mountains. An orogenic event takes millions of years to create a fold mountain. Orogeny എന്ന് പറയുന്ന പ്രോസസ്സ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇത്രയും മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്താണ് ഒരു ഫോൾഡ് മൗണ്ടൻ ക്രിയേറ്റ് ചെയ്യുന്നത്. When a tectonic plate get pressure from two sides, it get folded. ഒരു ടെക്ടോണിക് പ്ലേറ്റിന് ഇരുവശത്തു നിന്നും പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ കംപ്രഷൻ ഉണ്ടാകുന്ന സമയത്ത് അത് നടുക്കുള്ള പോർഷൻ ട്വിസ്റ്റ് ചെയ്ത് ഫോൾഡ് ചെയ്ത് മാറുന്നു. അങ്ങനെയാണ് ഫോൾഡ് മൗണ്ടൻസ് ഉണ്ടാകുന്നത്. Some of its portion become elevated and forms the mountain. ഇത്തരത്തിൽ ഫോൾഡ് ചെയ്യുന്ന പോർഷന്റെ കുറച്ച് ഭാഗം എലിവേറ്റഡ് ആയിട്ട് മാറുകയും അതിനെ മൗണ്ടൻസ് അല്ലെങ്കിൽ ഫോൾഡ് മൗണ്ടൻസ് എന്ന് വിളിക്കുന്നു. The depressions form the valleys. ഇനി എലിവേറ്റഡ് അല്ലാത്ത ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ വാലി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. The Himalayas, the Andes, the Alps are the examples of fold mountains. They are the young mountains of the world and hence they have some of the highest peaks of the world. ഫോൾഡ് മൗണ്ടൻസിന് ഉദാഹരണങ്ങൾ ഹിമാലയം, ആൽപ്സ്, ആൻഡീസ് തുടങ്ങിയവയാണ്. വേൾഡിലെ തന്നെ യങ് മൗണ്ടൻസ് ആണ് ഹിമാലയാസും ആൽപ്സും ആൻഡീസും ഒക്കെ. മാത്രമല്ല അതുകൊണ്ട് തന്നെ വേൾഡിലെ ഹയസ്റ്റ് പീക്സ് കാണപ്പെടുന്നത് ഈ റേഞ്ചസിലുമാണ്. ഫോൾഡ് മൗണ്ടൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് കാണിക്കുന്ന ഒരു ഫിഗർ ആണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് കോണ്ടിനെന്റൽ ക്രസ്റ്റ് അല്ലെങ്കിൽ രണ്ട് കോണ്ടിനെന്റൽ പ്ലേറ്റ്സ് ഉണ്ട്. അത് ഒരേ ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഫോഴ്സസ് ഓഫ് കംപ്രക്ഷന്റെ ഭാഗമായിട്ട് ഏറ്റവും നടുക്കുള്ള പ്ലേറ്റിന്റെ ഭാഗം സ്ക്യൂസ് ചെയ്ത് അപ്ഫോൾഡ് ചെയ്ത് എലിവേറ്റഡ് പോർഷൻ ആക്കി മാറുന്നു. അതിനെ ഫോൾഡ് മൗണ്ടൻസ് എന്ന് വിളിക്കുന്നു. Block mountains. Block mountains are formed by the internal or endogenic earth movements which cause the force of tension and faulting. എൻഡോജനിക് ഫോഴ്സിന്റെ അല്ലെങ്കിൽ ഇന്റേണൽ ഫോഴ്സിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു മൗണ്ടൻ തന്നെയാണ് ബ്ലോക്ക് മൗണ്ടൻ. പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ആക്ട് ചെയ്യുന്നത് ഫോഴ്സ് ഓഫ് ടെൻഷനും ഫോൾട്ടിങ്ങുമാണ്. ഫോഴ്സ് ഓഫ് ടെൻഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള മൂവ്മെന്റിനെയാണ് ഫോഴ്സ് ഓഫ് ടെൻഷൻ എന്ന് പറയുന്നത്. The downlifting or uplifting of land in between two parallel faults result in the formation of block mountains. Forces of tensionന്റെ ഭാഗമായിട്ട് രണ്ട് പാരലൽ ഫാൾട്സിന്റെ ഇടയിലുള്ള ലാൻഡ് പോർഷൻ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന്റെയോ ഡൗൺലിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന മൗണ്ടൻസ് ആണ് ബ്ലോക്ക് മൗണ്ടൻസ് എന്ന് പറയുന്നത്. A block mountain is also called host and a rift valley formed as a result of faulting is called graben. ബ്ലോക്ക് മൗണ്ടൻസിനെ ഹോസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. ഒപ്പം തന്നെ റിഫ്റ്റ് വാലി ഫോം ചെയ്യുന്നതിനെ ഗ്രാബൻ എന്നും വിളിക്കാറുണ്ട്. ഉദാഹരണം പറയുന്നെങ്കിൽ സൈറ നിവേഡ നോർത്ത് അമേരിക്ക, ബ്ലാക്ക് ഫോറസ്റ്റ് മൗണ്ടൻ ജർമ്മനി. ബ്ലോക്ക് മൗണ്ടൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് കാണിക്കുന്ന ഒരു ഫിഗർ ആണ്. ഇവിടെ കാണാൻ സാധിക്കും ഫോഴ്സ് ഓഫ് ടെൻഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഫോൾട്ടിങ്ങിന്റെ അപ്ലിഫ്റ്റിങ്ങും ഡൗൺലിഫ്റ്റിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള അപ്ലിഫ്റ്റഡ് പോർഷനെ ഹോസ്റ്റ് എന്നും അതേസമയം ഡൗൺലിഫ്റ്റ് ചെയ്ത് പോയിട്ടുള്ള ആ ഡിപ്രസ്ഡ് ഭാഗത്തിനെ ഗ്രാബൻ അല്ലെങ്കിൽ റിഫ്റ്റ് വാലി എന്നാണ് വിളിക്കുന്നത്. ഹോസ്റ്റിനെ തന്നെയാണ് ബ്ലോക്ക് മൗണ്ടൻ എന്ന് വിളിക്കുന്നത്. Mountains of accumulation or volcanic mountains. The mountains formed by the accumulation of volcanic materials is called volcanic mountain or mountains of accumulation. Volcanic materialsന്റെ accumulation കൊണ്ടുണ്ടാകുന്ന മൗണ്ടൻസിനെയാണ് volcanic mountains അല്ലെങ്കിൽ mountains of accumulation എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം ഹവായ് ഐലൻഡിലെ മൗണ്ട് മൗന ലോവ, then മ്യാൻമറിലെ മൗണ്ട് പോപ്പോ, then ജപ്പാനിലെ ഫ്യൂജിയാമ തുടങ്ങിയവയാണ്.
Residual mountains or relic mountains. Some portion of an elevated area escape from the process of weathering due to the hardness of material it is made up of. എർത്തിന്റെ എല്ലാ ഭാഗത്തും നടക്കുന്ന ഒരു പ്രോസസ്സാണ് വെതറിംഗ് എന്ന് പറയുന്നത്. ചിലത് കെമിക്കൽ വെതറിംഗ് ആയിരിക്കാം, ചിലടത്ത് ഫിസിക്കൽ വെതറിംഗ് ആയിരിക്കാം, ചിലടത്ത് ബയോളജിക്കൽ വെതറിംഗ് ആയിരിക്കാം. പക്ഷേ ചില ബെഡ് റോക്സിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ ഒരു കപ്പാസിറ്റി കാരണം അതിന് വെതറിങ്ങിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അതായത് അത് വളരെ ഹാർഡ് ആയിരിക്കും, മാത്രമല്ല ഹൈലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള റോക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ വെതറിംഗ് നടക്കാറില്ല. These portions remained unweathered while surrounding area get eroded constantly. ഇത്തരത്തിലുള്ള അൺവെതേർഡ് ആയിട്ടുള്ള റോക്കിന്റെ ചുറ്റുമുള്ള ഭാഗം എന്ന് പറയുന്നത് സോഫ്റ്റ് റോക്സ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ പോർഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ വെതറിംഗ് സംഭവിച്ചു പോവും. പക്ഷെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഹാർഡ് ആയിട്ടുള്ള റോക്ക് മാത്രം വെതറിംഗ് ഒന്നും സംഭവിക്കാതെ എലിവേറ്റഡ് ആയിട്ട് നിൽക്കും. This result in the formation of residual or relic mountains. ഇത്തരത്തിൽ എലിവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആ പോർഷനെ വിളിക്കുന്നത് റെസിഡ്വൽ അല്ലെങ്കിൽ relic mountains എന്നാണ്. ഉദാഹരണം നീൽഗിരി ഹിൽസ്, രാജ്മഹൽ ഹിൽസ്, ആരവല്ലി, വിന്ധ്യ, സാത്പുര etc. Dome mountains. Dome mountains form when large globes of magma float upon from beneath the crest and push up surface rocks, creating a rounded swelling in their crest. Dome mountains create ചെയ്യുന്നത് ഭൂമിക്ക് അകത്തുനിന്ന് ക്രസ്റ്റിൽ നിന്നും ബാഗ്മ പുറത്തു വരികയും ഈ ബാഗ്മ സർഫേസ് റോക്കിനെ പുഷ് ചെയ്ത് ഒരു റൗണ്ടഡ് സ്വെല്ലിംഗ് ആക്കി മാറ്റുകയും ചെയ്യുമ്പോഴാണ്. റൈറ്റ് സൈഡിലെ ഫിഗർ നോക്കാം. അകത്തുനിന്ന് മാഗ്മ ഡീപ് റിസോയർ എന്ന് വരുന്നുണ്ട്. ഇതിന് മുകളിൽ സർഫേസ് റോക്ക് ഉണ്ടായിരുന്നിരിക്കാം. അതിനെ പുഷ് ചെയ്ത് ഒരു ഡോം ഷേപ്പ് ആക്കി മാറ്റുന്നു. Once the magma cools, it creates a large dome of hardened rock under the surface, which erosion sometimes reveals. ഇനി ഒരിക്കൽ മാഗ്മ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അത് സർഫേസിന് താഴെ ഒരു ലാർജ് ഡോം ഓഫ് ഹാർഡഡ് റോക്ക് ഉണ്ടാക്കും. പക്ഷേ ചില സമയത്ത് ഇറോഷൻ സംഭവിക്കുന്നതിന് കാരണം ഈ ഡോം ഷേപ്പ് ആയിട്ടുള്ള പോർഷൻ എക്സ്പോസ് ചെയ്ത് പുറത്തു വരാറുമുണ്ട്. An example of dome-shaped mountain is Half Dome in Sierra Nevada range in California. അതിന് ഉദാഹരണം എന്ന് പറയുന്നത് കാലിഫോർണിയയിലെ സൈറ നിവാഡ റേഞ്ചിലുള്ള ഹാഫ് ഡോം ആണ്. ഈ കാണുന്നത് ഫോൾഡ് മൗണ്ടൻസ് ആണ്. ഫോഴ്സസ് കംപ്രഷന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മൗണ്ടൻസ് ആണ് ഫോൾഡ് മൗണ്ടൻസ് എന്ന് പറയുന്നത്. അതിന്റെ അപ്ഫോൾഡ് ആയിട്ട് നിൽക്കുന്ന പോർഷനെ ആന്റിക്ലൈൻ എന്നും ഡൗൺവേർഡ് ആയിട്ട് നിൽക്കുന്ന പോർഷനെ സിൻക്ലൈനം എന്നാണ് വിളിക്കാറ്. ഇനി റൈറ്റ് സൈഡിൽ കാണുന്നത് ഫോഴ്സസ് ഓഫ് ടെൻഷന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഗ്രാബൻ അല്ലെങ്കിൽ ബ്ലോക്ക് മൗണ്ടൻസ് ആണ്. ഇത് വോൾക്കാനിക് മെറ്റീരിയൽസിന്റെ ഡെപ്പോസിഷൻ അല്ലെങ്കിൽ അക്യൂമുലേഷൻ കൊണ്ടുണ്ടായിട്ടുള്ള മൗണ്ടൻ ആണ്. മൗണ്ടൻ ഓഫ് അക്യൂമുലേഷൻ അല്ലെങ്കിൽ വോൾക്കാനിക് മൗണ്ടൻ. ഇതെന്ന് പറയുന്നത് ഡീപ്പ് ഇന്ത്യയിലുള്ള മാഗ്മ സർഫസിലുള്ള റോക്കിനെ ഡൗൺ ഷേപ്പ് ആയിട്ട് പുള്ളി ചെയ്യും. പിന്നെ അത് എക്സ്പോസ് ചെയ്ത് പുറത്ത് വന്നതിന്റെ ഭാഗമായിട്ടുണ്ടായ ഡോം മൗണ്ടനുമാണ്. Next classification on the basis of period of origin. Period of origin ബേസിലുള്ള മൗണ്ടൻസിനെ നാലായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. Precambrian, Caledonian, Hercynian and Alpine mountains. Precambrian mountains. The mountains formed during the Precambrian period which extended for 4 billion years. 4 billion yearsന് മുമ്പ് Precambrian periodൽ ഫോം ചെയ്ത മൗണ്ടൻസിനെ വിളിക്കുന്നതാണ് Precambrian mountains. They were subjected to upheaval, denudation and metamorphosis due to which they now appear like residual mountains. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഫോം ചെയ്തത് കൊണ്ട് തന്നെ പലവിധങ്ങളായിട്ടുള്ള പ്രോസസ്സിന് അപ്ഹീവലിനും ഡെനൂഡേഷനും മെറ്റമോർഫിക് പ്രോസസ്സിനുമൊക്കെ ഈ മൗണ്ടൻസ് വിധേയമായിട്ടുണ്ട്. ഇപ്പോൾ അത് അപ്പിയർ ചെയ്യുന്നത് റെസിഡ്വൽ അല്ലെങ്കിൽ റെലിക് മൗണ്ടൻസ് ആയിട്ടാണ്. ഉദാഹരണം ലൗറേഷ്യൻ മൗണ്ടൻ, അൾഗോമാൻ മൗണ്ടൻസ്. കാലിഡോണിയൻ മൗണ്ടൻസ്. Mountains formed during Silurian and Devonian period formed due to large-scale tectonic movements. Large-scale tectonic movements-ന്റെ ഫലമായിട്ട് Silurian, Devonian periods-ൽ ഫോം ചെയ്ത മൗണ്ടൻസിനെ വിളിക്കുന്നതാണ് കാലിഡോണിയൻ മൗണ്ടൻ. ഉദാഹരണം ആരവല്ലി, സാത്പുര. Hercynian mountain. Mountains formed during Permian and Perma-Carboniferous period. പെർമിയൻ അല്ലെങ്കിൽ പെർമോ ഹാർബോണിഫറസ് പീരീഡ് ഫോം ചെയ്തിട്ടുള്ള മൗണ്ടൻസിനെ വിളിക്കുന്ന പേരാണ് ഹെർസീനിയൻ മൗണ്ടൻസ്. ഉദാഹരണം ബ്ലാക്ക് ഫോറസ്റ്റ്, റൈൻ മാസ്. ആൽപൈൻ മൗണ്ടൻസ്. മൗണ്ടൻസ് ഫോം ഡ്യൂറിംഗ് ടെർഷ്യറി പീരീഡ്. ടെർഷ്യറി പീരീഡിൽ ഫോം ചെയ്ത മൗണ്ടൻസിനെ വിളിക്കുന്നത് ആൽപൈൻ മൗണ്ടൻസ് ആണ്. ഉദാഹരണം റോക്കീസ്, ആൻഡീസ്, ഹിമാലയസ്, ആൽപ്സ് തുടങ്ങിയവയാണ്.
Last classification on the basis of location. ലൊക്കേഷന്റെ ബേസിസിൽ മൗണ്ടൻസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. കോണ്ടിനെന്റൽ മൗണ്ടൻസും ഓഷ്യാനിക് മൗണ്ടൻസും. കോണ്ടിനെന്റൽ മൗണ്ടൻസ് എന്ന് പറയുന്നത് കോണ്ടിനെന്റ്സിനകത്ത് കാണപ്പെടുന്ന മൗണ്ടൻസിനെയാണ്. അതിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കോസ്റ്റൽ മൗണ്ടൻസും ഇൻലാൻഡ് മൗണ്ടൻസും. കോസ്റ്റിനോട് ചേർന്ന് കണ്ടുവരുന്ന മൗണ്ടൻസിനെ കോസ്റ്റൽ മൗണ്ടൻസ് എന്നും കോണ്ടിനെന്റ്സിന്റെ ഇന്ത്യറിനകത്ത് കാണപ്പെടുന്ന മൗണ്ടൻസിനെ ഇൻലാൻഡ് മൗണ്ടൻസും എന്നാണ് വിളിക്കുന്നത്. കോസ്റ്റൽ മൗണ്ടൻസിന് ഉദാഹരണം റോക്കീസ്, അപ്പലാച്ചൻ, ആൽപൈൻ മൗണ്ടൻ ചെയിൻസ് തുടങ്ങിയവയാണ്. ഇന്ത്യയിലെ എക്സാമ്പിൾ വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്സുമാണ്. ഇൻലാൻഡ് മൗണ്ടൻസിന് ഉദാഹരണം എന്ന് പറയുന്നത് യൂറോപ്പിലെ ബ്ലാക്ക് ഫോറസ്റ്റ്, ഓസ്ഗസ്, then കുന്നൻ മൗണ്ടൻസ്, ടിയാൻഷാൻ, അത്ലായ് മൗണ്ടൻസ്, then റഷ്യയിലെ ഉരാൽ മൗണ്ടൻസ്, ഇന്ത്യയിലെ തന്നെ ആരവലീസ്, ഹിമാലയ, സാത്പുര തുടങ്ങിയവയാണ്. ഇനി ഓഷ്യാനിക് മൗണ്ടൻസ് എന്താണെന്ന് നോക്കാം. മൗണ്ടൻസ് ഫോംഡ് അറ്റ് കോണ്ടിനെന്റൽ ഷെൽഫ് ആൻഡ് ഓഷ്യാനിക് ഫ്ലോർ. ഓഷ്യാനിക് ഫ്ലോറിലും അതുപോലെ കോണ്ടിനെന്റൽ ഷെൽഫിലും കണ്ടുവരുന്ന മൗണ്ടൻസിനെയാണ് ഓഷ്യാനിക് മൗണ്ടൻസ് എന്ന് പറയുന്നത്. ഉദാഹരണം ഹവായ് ഐലൻഡ്സിലെ മോണക്കിയ മൗണ്ടൻ.